വിളക്കുകൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മത്തായി 5:15. ടാഡ്കോളയിലെ മറ്റൊരു പ്രഭാതം. 2 ദിവസമായി ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ടാഡ്കോളയിൽ നിന്നും വക്രാങ് എന്ന മറ്റൊരിടത്തേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ദിൽ ചപ്പാങ്ങുമായി കുറച്ചു സമയം സംസാരിച്ചു. ചപ്പാങ്ങുകളെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും വളരെ വ്യക്തമായി ദിൽ ചപ്പാങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. 2-3 ദിവസമായിട്ട് ഞങ്ങൾ വില്ലേജിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചായക്ക് ഉള്ള സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വില്ലേജിൻ്റെ താഴോട്ട് ഇറങ്ങിയത് ആദ്യത്തെ സാധ്യത ഒരു കട്ടൻ ചായ കുടിക്കുക എന്നുള്ളതായിരുന്നു. ആ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് ഞങ്ങൾ അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ളത് ദിൽ ചപ്പാങ്കാണ്. ദിൽ ചപ്പാങ്ക് ഈ ചപ്പാങ്കിൻ്റെ ജീവിത രീതിയെക്കുറിച്ച്, അവരുടെ കൃഷി രീതിയെക്കുറിച്ച്, ഒരു വർഷം അവരുടെ വീടുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്പം നമ്മളോട് സംസാരിക്കും. അത് ചോദിക്കുവാനായിട്ടാണ് ഞാനിരിക്കുന്നത്. ദിൽ, അഭി ബാത് കിയേ थे ये इनका खेती के बारे में, इनके परिवार के बारे में, जो इनके खाने के बारे में सब हमारे लिए बता दीजिए ना. हामी गएको चाहिँ चितवन जिल्ला राप्ती नगरपालिका वडा नम्बर 10 स्थितको ടാഡ്കോളാमा हो. ചിറ്റുവൻ ജില്ലയിൽ റാപ്തി നഗർ 10 ടാഡ്കോളയിൽ 80ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിക്കുവാനുള്ള ഭക്ഷണം തന്നെയാണ്. നോർമലി 3 മുതൽ 6 മാസം വരെ കഴിക്കുവാനുള്ള അരി മാത്രമാണ് ഇവർ കൃഷി ചെയ്തെടുക്കുന്നത്. പല ആളുകളും തങ്ങളുടെ ജീവിതത്തെ ഇത്തരം ഭക്ഷണക്രമങ്ങളോട് പരിവർത്തനപ്പെടുത്തി എടുക്കുകയാണ് പതിവ്. ടാഡ്കോളയിലെ ഈ 80 കുടുംബങ്ങളിൽ ഒരു വർഷം മുഴുവൻ 2 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 79 വീട്ടുകാർക്കും ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കാറില്ല. പട്ടിണിയില്ലാതെ കഴിയാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഈ ഒരു കുടുംബത്തിന് മാത്രമാണ്. കുറച്ച് കുടുംബങ്ങൾക്ക് അവരുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം 3 മാസം കൊണ്ട് തീർന്നു പോകുന്നു. വേറെ ചിലർക്ക് അവരുടെ ഭക്ഷണം 6 മാസത്തോളം വരെ ഉണ്ടാകുന്നു. വേറെ ചിലർക്ക് ആവശ്യമായ ഭക്ഷണം 9 മാസത്തോളം വരെ നീണ്ടു കിട്ടുന്നു. ഇവരുടെ പ്രധാന കൃഷി ചോളവും റാഗിയും പരിപ്പും എള്ളും നെല്ലുമാണ്. ഇവയുടെ ഉൽപാദനം വളരെ കുറച്ചാണ്. കഴിഞ്ഞ 2 വർഷവും വളരെ ശക്തമായി മഴ പെയ്തതിനാൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ഇവരുടെ കൃഷിഭൂമിയിലേക്ക് കല്ലും മണ്ണും ഒക്കെ എത്തുകയും ചെയ്തു. അതിനാൽ തന്നെ അവരുടെ കൃഷിഭൂമിയിൽ അധികവും ഈ വർഷങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആളുകൾ എല്ലാം എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് എന്ന് വെച്ചാൽ, ഈ ഗ്രാമങ്ങളിലെ ആണുങ്ങളെല്ലാം ലേബർ വർക്കിനായി ദൂരദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ചിറ്റവനിലേക്കും ഡാർജിലിംഗിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കുമെല്ലാം അവർ തൊഴിൽ തേടി പോകുന്നതിനാൽ മാത്രമാണ് ഈ ഗ്രാമങ്ങളിലെ അടുപ്പ് പുകയുന്നത്. പ്രധാനമായും ഇവർക്ക് ലഭിക്കുന്ന ജോലികൾ റോഡിൻ്റെ വശങ്ങളിൽ ഭിത്തികെട്ടലും ജാലി വർക്കുകളുമാണ്. ഈ ജാലി എന്ന് വെച്ചാൽ സമചതുരാകൃതിയിലുള്ള വലയ്ക്കകത്ത് ഉരുളൻ കല്ലുകൾ നിറച്ച് അതുകൊണ്ട് റോഡിൻ്റെ വശങ്ങൾ വെളിപ്പെടുത്തുന്ന ജോലികളാണ്. പ്രധാനമായും മലമുകളിലേക്കുള്ള റോഡുകളുടെ വശങ്ങളെല്ലാം ഇത്തരത്തിലാണ് കെട്ടി ബലപ്പെടുത്താറുള്ളത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അരിയും ചോളവും വാങ്ങി അവർ ഭക്ഷിച്ചു പോകുന്നു. ये चप्पांग के परिवार के बारे में भी थोड़ा बता दीजिए ना. उनका जो मान लीजिए सभी साथ में रहता है ना, और दाजू भाई माँ बाप, उनको परिवार के बारे में. और मान ये हम लोग बुआ को देखे थे 70 साल का, है ना. उनका कितना साल तक ऐसे परिवार चेपाङ समुदायको परिवार प्रायः जसो अलिक ठुलो नै हुन्छ. कम्तीमा पनि 6 देखि 10-12 जनासम्मको हुन्छ. ചപ്പാങ്ങുകൾ ഒരുമിച്ച് താമസിക്കുന്നവരാണ്. ഒരു വീട്ടിൽ തന്നെ 11-12 പേരുണ്ടാവും.
അവരെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. संयुक्त चाहिँ വിവാഹം കഴിഞ്ഞു വരുന്നവർ വീടിനോട് ചേർന്ന ചായ്പിലാണ് താമസിക്കുക. कोठा कोठा മലയുടെ ചെരുവുകളിലാണ് ചപ്പാങ്ങുകൾ അധികവും വസിക്കുന്നത്. घर भयो घर അതിനാൽ തന്നെ വീടിന്റെ അടുപ്പിന് ചുറ്റുമായാണ് മറ്റുള്ളവർ ഉറങ്ങുന്നത്. अन्न चामल अन्नहरू राख्ने, त्यसपछि केही माथि सुत्ने केही तल सुत्ने. तर उनीहरूको संयुक्त चाहिँ के हुन्छ भने परिवारभित्र छोरा വിവാഹം കഴിഞ്ഞു വരുന്ന മക്കൾക്ക് അപ്പൻ തന്റെ വസ്തുവിന്റെ ഒരു ഭാഗം വീതിച്ചു കൊടുക്കുന്നു. बाहिर ഇത് വാക്കാൽ പറഞ്ഞുറപ്പിക്കുന്നതാണ് ഇവിടുത്തെ രീതി. साइडमा बस्छ, ചില മക്കൾ ആ ഭൂമിയിൽ വീടുകൾ വെച്ച് താമസിക്കും. खाना पकाउँछौँ, മറ്റു ചിലർ त्यसको തങ്ങളുടെ പഴയ വീട്ടിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. सुत्ने गर्छ. മക്കൾക്ക് സ്ഥലം ഭാഗിച്ചു നൽകിയാലും കുടുംബം ഒന്നായി തന്നെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. भने उसले चाहिँ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അവർ വീതിച്ചെടുക്കുകയും ചെയ്യുന്നു. साइड लगाएर त्यहाँनिर बस्छ. यो धेरै ഈ നാട്ടിലെ വിവാഹം എന്ന് പറയുന്നത് संस्कार चाहिँ ഏറെ രസകരമാണ്. टाइपको छ, फरक खालको. സുഹൃത്തുക്കൾക്ക് മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മക്കളുമായി വിവാഹം നന്നേ ചെറുപ്പത്തിലെ തന്നെ അവർ പറഞ്ഞുറപ്പിക്കുന്നു. समुदायले चाहिँ यो के भन्छ, കുട്ടികൾ വളർന്ന് ഒരു കൗമാരത്തിലെത്തുമ്പോൾ തന്നെ माया गरेर അവർ പണ്ട് പറഞ്ഞുറപ്പിച്ച വിവാഹം നടത്തിക്കൊടുക്കുന്നു. धेरै जसोले അതുപോലെ തന്നെ മറ്റു 2 കല്യാണ രീതികൾ കൂടി ഇവിടെയുണ്ട്. त्योभन्दा नि अझ അതിലൊന്നാണ്, മറ്റൊരു വിവാഹമാണ് വധുവിനെ തട്ടിക്കൊണ്ടുപോയി വിവാഹം നടത്തുന്നത്. साथीको छौ मेरो മാതാപിതാക്കൾക്കും അവരുടെ മക്കൾക്കും പരസ്പരം അറിയുന്നവരാണെങ്കിൽ हामी त ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് ഏറെ താല്പര്യമുണ്ടെങ്കിൽ ആൺകുട്ടി പെൺകുട്ടിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. यो खाजा खाने ഇതൊരു പ്രത്യേക രീതിയിലാണ് ആൺകുട്ടി പെൺകുട്ടിയുമായി സംസാരിക്കുക. छोरालाई है തന്നോടൊപ്പം ഒരു വിവാഹത്തിന് അവളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ക്ഷണത്തോട് പെൺകുട്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെറുക്കൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയുടെ സംരക്ഷണത്തിൽ താമസിപ്പിക്കുകയും ചെയ്യുന്നു. पुरा गरौँ भनेर 1-2 ദിവസം കഴിഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാർ त्यो पहिलाको छ ചെറുക്കൻ്റെ വീട്ടിലെത്തുകയും അവളെ തട്ടിക്കൊണ്ടുവന്നതാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. चलन छ. ഈ 2 ദിവസത്തിനുള്ളിൽ പെൺകുട്ടിക്ക് ചെറുക്കൻ്റെ വീടും പരിസരവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൾ തട്ടിക്കൊണ്ടുവന്നതല്ല എന്നും തൻ്റെ ഇഷ്ടത്തിന് വന്നതാണെന്നും പറയുന്നു. मन परेको छ त्यो केटी, അതോടുകൂടി 2 വീട്ടുകാരും ചേർന്ന് അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നു. केटी दुवैले मन परेको പെൺകുട്ടിക്ക് ചെറുക്കൻ്റെ വീടും പരിസരവും ഇഷ്ടമാകുന്നില്ല എങ്കിൽ बिहे हुने भयो. അവൾ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. മറ്റൊരു വിവാഹം എന്ന് പറയുന്നത് हुनु पर्यो भने चाहिँ അറേഞ്ച്ഡ് മാരേജ് ആണ്. हुन्छ. अब हाम्रो त जात വീട്ടുകാരുടെ സമ്മതത്തോടെ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കുകയും ഇരു കൂട്ടർക്കും ഇഷ്ടമാണെങ്കിൽ വിവാഹം നടത്തുകയും ചെയ്യുന്നു. മറ്റൊരു രീതി ഒളിച്ചോടിയുള്ള വിവാഹമാണ്. अनि जात्रा भएर ചെറുക്കനും പെണ്ണും വീടുകളിൽ നിന്ന് ഒളിച്ചോടുകയും 2-3 ദിവസം അവർ ഒളിവിൽ താമസിക്കുകയും ചെയ്യുന്നു. के हुन्छ भने 3 ദിവസത്തിനുള്ളിൽ അവർ പിടിക്കപ്പെട്ടില്ല എങ്കിൽ आफ्नो जस्तो അവരുടെ വിവാഹം സാധുവായി തീരുന്നതാണ് ഇവിടുത്തെ രീതി. एउटा केटी भगाएर ल्याएँ, अब ल राख्नु पर्यो, तपाईँले राखिदिनुहोस् भनेर आमासँग सुताउँछ, म छुट्टै सुत्छु. ये केटी के मैरिज के साल के बारे में, उनको डिलीवरी के बारे में, हॉस्पिटल जाते नहीं है, वैक्सीन लेते नहीं है, तो ये सब अपने परिवार में ही होता है, तो कौन गाइड करता है, ये सब जाना चाहते हैं. यो चाहिँ यस्तो छ, अब उमेरको हिसाबले कुरा വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചപ്പാങ്ങുകൾ വിവാഹിതരാകുന്നു. चोरी बिहे र भागी बिहे ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസം തീരെ കുറവായതിനാൽ ഇവരുടെ ഇടയിൽ ശൈശവ വിവാഹങ്ങൾ പതിവാണ്. भागी बिहे ഈ കാലഘട്ടങ്ങളിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും बजार साइड छ 14-നും 16-നും ഇടയിലുള്ള പ്രായത്തിൽ തന്നെ ഇവർ ഇന്നും വിവാഹിതരാകുന്നു. अनि काठमाडौँ पोखरा गएको छ. ഇന്നാട്ടിലെ 30% സ്ത്രീകൾ പ്രസവത്തിനോ മറ്റ് ചെക്കപ്പുകൾക്കോ വേണ്ടി ആശുപത്രിയിൽ പോകാറില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ് അവർ ഹോസ്പിറ്റലുകളിൽ പോകാതിരിക്കുന്നത്. अब कतिले അതിനാൽ തന്നെ മാതാവിൻ്റെയും കുട്ടിയുടെയും ആരോഗ്യം വളരെ കുറവാണ്. तर ടൗണുകളിൽ താമസിക്കുന്നവർ ആശുപത്രികളിൽ പോകുന്നുണ്ടെങ്കിലും जो चाहिँ गाउँमा छ പൂർണ്ണമായും ആശുപത്രിയെ കേന്ദ്രീകരിച്ചല്ല ഈ നാടുകളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. भागी बिहेहरू एकदम ഈ കാലഘട്ടങ്ങളിൽ ഗ്രാമങ്ങളിൽ 16 वर्ष പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. 14 वर्ष എന്നിരുന്നാലും ഗ്രാമങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും വളരെ അകലങ്ങളിലാണ്. यतिमा हुन्छ. ഇത്തരം ഗ്രാമങ്ങളിൽ നിന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് നടന്നെത്തുക എന്നതും ദുർഘടം പിടിച്ച ജോലിയാണ്. गर्दाखेरि पनि ആരോഗ്യ പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി പുതിയ തലമുറ ഹോസ്പിറ്റലുകൾ തേടി വരുന്നുണ്ട്. അതോടൊപ്പം ആശുപത്രികളിൽ നടക്കുന്ന ഡെലിവറികൾക്ക് औषध 1000 രൂപ വീതം സർക്കാർ പാരിതോഷികം കണക്കെ നൽകുന്നുമുണ്ട്. देखियो ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സഹായങ്ങൾ വളരെ കുറവാണ്. जति जुन അതോടൊപ്പം തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം തീരെ കുറവായതിനാൽ हुन्छ പലപ്പോഴും ആശുപത്രികളിൽ പോകാൻ ജനങ്ങൾ മടി കാണിക്കുന്നു. भने जब तिमीले
ഗ്രാമങ്ങളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള വാഹന സൗകര്യം തീരെ കുറവായതും ആശുപത്രിയിൽ പോകാൻ ജനങ്ങൾ മടി കാണിക്കുന്നു. എന്നിരുന്നാൽ കൂടി 1000 രൂപ ലഭിക്കുമെന്നതുകൊണ്ട് ഇന്ന് ജനങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആശുപത്രികളിലേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ ചർച്ച നമ്മൾ വിവരണങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത വില്ലേജിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ രാവിലെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ കോവിഡ് സംബന്ധിതമായിട്ടുള്ള അരിയും ദാളും ഒക്കെ വിതരണം ചെയ്യുകയാണ്. അവിടെ അച്ഛന്മാർ ഓൾറെഡി തയ്യാറാക്കി വച്ചിട്ടുണ്ട്. നമ്മളിനി 10 മിനിറ്റിനുള്ളിൽ അവരെ കണ്ടുമുട്ടുന്നതായിരിക്കും. ടാഡ്കോളയിലെ മനോഹരമായ ജീവിതാനുഭവങ്ങളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഗ്രൂപ്പ് 2 ബ്രദേഴ്സിന്റെ അരികിലേക്ക് യാത്ര തുടർന്നു. മലമുകളിലെ ചപ്പാങ് ഗോത്രത്തിലെ പാവപ്പെട്ടവർക്ക് നൽകാനായി ഞങ്ങൾ ചാക്ക് കണക്കിന് അരി വാങ്ങി വണ്ടിയിൽ നിറച്ചു. ബിബിനച്ഛനും മഞ്ജുഷച്ഛനുമെല്ലാം ആവേശത്തോടുകൂടി വണ്ടിയിലേക്ക് ചാക്കുകൾ കയറ്റി യാത്ര തുടങ്ങി. നേപ്പാളിലെ ചെങ്കുത്തായ മലനിരകളിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. യാത്രക്കിടയിൽ പലയിടങ്ങളിലും വഴി എന്നത് ഒരു സങ്കല്പം മാത്രമാണ്. മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്ന പാതയിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് മണ്ണിടിഞ്ഞ് റോഡിന് നല്ല രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ചെറിയ അരുവികൾ മുറിച്ചു കടന്നാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. യാത്രക്കിടയിൽ സ്കൂളിലേക്ക് നടന്നു പോകുന്ന 3 കുട്ടികളെ ഞങ്ങൾ കണ്ടു. ചെങ്കുത്തായ മലനിരകൾ നേരെ കയറിയാണ് അവർ യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് 2-3 പേർ ഞങ്ങളുടെ വാഹനത്തിന് കൈ കാണിച്ചു. 8 മണിക്കൂറോളം നടന്ന് എത്തേണ്ട ദൂരം അവർ ഞങ്ങളുടെ വാഹനത്തിൽ കയറുക വഴി 2 മണിക്കൂറായി ചുരുങ്ങിയിരിക്കുന്നു. വാഹനത്തിന് പുറകിലിരുന്ന് ആടിയുള്ള യാത്ര അവർക്ക് ഏറെ പരിചിതമാണ്. മലമുകളിൽ നിന്ന് താഴെയുള്ള പട്ടണത്തിൽ പോയി തിരികെ അവരുടെ ഭവനങ്ങളിൽ എത്തണമെങ്കിൽ 2 ദിവസത്തോളം സമയം അവർക്ക് യാത്രയ്ക്കായി തന്നെ ചിലവഴിക്കേണ്ടി വരുന്നു. വികസനത്തിൻ്റെ പൊൻകിരണങ്ങൾ വന്നെത്താത്ത ഒരുപാട് ഗ്രാമങ്ങൾ ഇനിയും നേപ്പാളിലുണ്ട്. സമതലങ്ങളിൽ നിന്നും ഞങ്ങളുടെ യാത്ര 2000 അടി ഉയരത്തിൽ എത്തിയിരിക്കുന്നു. വിദൂരമായ മലമുകളിൽ പോലും ജനങ്ങൾ വസിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായി പൊട്ടുപോലെ വീടുകൾ കാണപ്പെടുന്നുണ്ട്. ചെറുതും വലുതുമായ പുഴകളെ മുറിച്ചു കടന്നും ചില പുഴകളിലൂടെ ഇറങ്ങി യാത്ര ചെയ്യുമ്പോഴാണ് അങ്ങ് ദൂരെ പ്രവർത്തിക്കുന്ന ഒരു ജലചക്രം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്.
ആ ജലചക്രം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. മാനുഷിക അധ്വാനം കൂടാതെ ചോളം പൊടിച്ചെടുക്കുന്ന ഒരു മില്ലാണ് ഈ കാണുന്നത്. മലമുകളിൽ നിന്നും പൈപ്പിൽ വെള്ളം ശേഖരിച്ച് താഴേക്ക് കൊണ്ടുവരികയും വെള്ളത്തിൻ്റെ മർദ്ദത്താൽ ചക്രം കറങ്ങുകയും അതുവഴി ബന്ധിപ്പിച്ചിരിക്കുന്ന കൽചക്രം ശക്തമായി കറങ്ങുകയും തന്നിമിത്തം വളരെ മൃദുവായി ചോളം പൊടിഞ്ഞു കിട്ടുന്നതുമാണ്. ഇവിടെ ചോളം പൊടിക്കുന്നതിന് ജോലിക്കാരായി ആരെയും ഞങ്ങൾ കണ്ടില്ല. രാവിലെ എപ്പോഴോ ഫണലിൽ നിറച്ച ചോളം വളരെ കുറഞ്ഞ തോതിൽ ആ ചക്രത്തിൻ്റെ നടുവിലെ വിടവിലൂടെ താഴേക്ക് ഇറങ്ങുകയും 2 കല്ലുകൾക്കിടയിൽപ്പെട്ട് പൊടിഞ്ഞു വരികയുമാണ് ഇവിടെ സംഭവിക്കുന്നത്. ചോളം പൊടിക്കുന്നതിനായി ഒരുപാട് ചാക്കുകൾ അവിടെ അട്ടിയട്ടിയായി ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ പൊടിക്കുന്നതിൻ്റെ കൂലിയായി ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പണമല്ല. പകരം പൊടിച്ചെടുക്കുന്ന ചോളത്തിൻ്റെ ഒരു വിഹിതം മില്ലുടമ കൈപ്പറ്റുന്നു. അതാണ് ഈ മില്ലിൻ്റെ കൂലി. വളരെ നൈസായി പൊടിയുന്ന ചോളത്തരികൾ ഈ ചതുരപ്പെട്ടിയിലാണ് ശേഖരിക്കപ്പെടുന്നത്. മില്ലിനകത്ത് ഒരാളനക്കം കേട്ടപ്പോൾ മില്ലിന് തൊട്ടുപുറകിൽ താമസിക്കുന്ന മില്ലിൻ്റെ ഉടമ ഞങ്ങളെ കാണാനെത്തി. മില്ലിന് തൊട്ടുപുറകിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭവനം. രാവിലെ മില്ലിൻ്റെ ഫണലിലിടുന്ന ചോളം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ജലചക്രത്തിൻ്റെ സഹായത്തോടെ പൊടിയായി മാറുന്നു. അവിടെ നിന്നും യാത്ര പറഞ്ഞ് മലമുകളിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. മലമുകളിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് വലിയൊരു പ്രതിസന്ധി ഞങ്ങൾക്കിടയിൽ വന്നുപെട്ടു. ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന വാഹനം കേടാവുകയും പകരം അരിയുമായി വന്ന കൂടുവണ്ടിയിലാണ് ഞങ്ങളുടെ യാത്ര. സ്നേഹമുള്ളവരെ, ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ശേഷം ഞങ്ങളുടെ 53-ാം ദിവസത്തെ റിലീഫ് വർക്കിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ 155 കുടുംബങ്ങളാണ്. അവർക്ക് വേണ്ടിയുള്ള അരിയും പരിപ്പും സോപ്പും മാസ്കും അങ്ങനെയുള്ള പല വക സാധനങ്ങൾ, അതുപോലെ തന്നെ ഏകദേശം 150ഓളം കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ന്യൂട്രീഷൻ കിറ്റ്, ഇതാണ് ഇന്ന് ഞങ്ങൾ സംവിധാനം ചെയ്ത് യാത്ര തിരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 3.5 മണിക്കൂർ പിന്നിട്ടു. ഇനി ഞങ്ങൾ 1 മണിക്കൂർ കൂടി യാത്ര ചെയ്താലേ ഞങ്ങളുടെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. അവിടെ ഞങ്ങളെയും കാത്ത് ഏകദേശം 150-160ഓളം ആളുകൾ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ ചെല്ലുന്നതും കാത്ത്. ദാരിദ്ര്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നേപ്പാളിൽ വരണം. പാവപ്പെട്ട മനുഷ്യർ ഉടുമുണ്ട് കൊണ്ട് അരമുറുക്കി ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണണമെങ്കിൽ ഇവിടുത്തെ മനുഷ്യരെ കാണണം. ഒത്തിരി ദുർഘടമായ വഴികൾ പിന്നിട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ആദ്യത്തെ ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ നല്ല വഴിയിലൂടെ, ടാറിങ് റോഡിലൂടെ വന്നു. പിന്നീട് ഏകദേശം ഇനിയും 2.5 മണിക്കൂർ ഞങ്ങൾ വളരെ ദുർഘടമായ മലഞ്ചെരിവുകളിലൂടെ യാത്ര ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ യാത്ര ഉദാഹരണത്തിന് ഞങ്ങൾ ഇന്ന് ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നത് 3 വണ്ടികളിലാണ്. ഒരു വണ്ടിക്ക് ഇവിടുത്തെ 7500 രൂപ നമ്മൾ കൊടുക്കണം. പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാനതിൻ്റെ ഈ റോഡിൻ്റെ എത്രത്തോളം കഠിനമേറിയ യാത്രയാണ് ഇതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി മലയിൽ ചെല്ലുമ്പോൾ അവിടെ ഞങ്ങളുടെ ആലുവ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിലെ സഹോദരന്മാർ ഒരാഴ്ചത്തേക്ക് ഈ ഗ്രാമങ്ങളിൽ പോയി താമസിച്ച് അവരുടെ കൂടെ ജീവിച്ച് അവരോടൊപ്പം നടന്ന് അനുഭവങ്ങൾ സ്വന്തമാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഇത് ഞങ്ങൾക്കൊരു വലിയ അവസരമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. കാരണം കൊറോണ കാലത്ത് ഈ മനുഷ്യർക്ക് പലർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് വേണ്ടത്ര ധാന്യങ്ങളോ ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. ജീവിതത്തിൽ യാതന അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ ഇവിടുത്തെ ഈ കുഗ്രാമങ്ങളിലുണ്ട്.
ചപ്പാങ് എന്ന് പറയുന്ന ഒരു ആദിവാസി ഗ്രൂപ്പിൻ്റെ ഇടയിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത്. ചപ്പാങ് നേപ്പാളിൽ 81,000 ചപ്പാങ് ആളുകൾ ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ഈ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളാണ് ഞങ്ങൾ ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ വണ്ടിയാണ് കയറി വരുന്നത്. അതുപോലെ ബാക്കി 2 വണ്ടികൾ കൂടി പുറകിൽ വരുന്നുണ്ട്. ഇത്ര ഏറെ ദൈർഘ്യമേറിയ കാഠിന്യമേറിയ യാത്രയ്ക്ക് ഒടുവിൽ ഞങ്ങളെയും കാത്ത് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നിൽക്കുന്ന ആ ജനങ്ങളുടെ ആ മുഖമാണ് സത്യത്തിൽ ഈ യാത്രയ്ക്കൊക്കെ ഞങ്ങളെ പലപ്പോഴും നിർബന്ധിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യത്തിൻ്റെ സന്തോഷം എന്താണെന്ന് അനുഭവിക്കാനായിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സുവർണ അവസരമായിട്ട് ഞാൻ ഇതിനെ കരുതുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ 15-16 വർഷക്കാലം കൂടുതലായിട്ടും പരിശീലന രംഗത്ത് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 4 വർഷക്കാലം ആലുവ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിൽ തത്വശാസ്ത്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരിക്കൽ ഈ സഹോദരന്മാരോടുകൂടി നേപ്പാളിലെ ഗ്രാമങ്ങളിൽ പോയി 1 മാസം താമസിക്കാനായിട്ടിടയായി. അന്ന് എൻ്റെ ഉള്ളിൽ ഉദിച്ച വലിയൊരു ആഗ്രഹമായിരുന്നു, എന്തെങ്കിലും പറ്റുമെങ്കിൽ നേപ്പാളിൽ വന്ന് കുറേ കാലം ജോലി ചെയ്യണം, ഈ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ ജോലി ചെയ്യണം എന്ന് എൻ്റെ വലിയൊരു സ്വപ്നവും ആഗ്രഹമായിരുന്നു. ഏതായാലും തമ്പുരാൻ അനുഗ്രഹിച്ച് പ്രൊവിൻഷ്യാളച്ചൻ ചോദിച്ച പാടെ ഞാൻ എൻ്റെ ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞത് എനിക്ക് നേപ്പാളിൽ പോയി കുറച്ചു കാലം ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം മാനിച്ച് പ്രൊവിൻഷ്യാളച്ചൻ എന്നെ നേപ്പാളിന് വിട്ടു. ഞാനിവിടെ വന്നിട്ട് 3 മാസം പിന്നിട്ടതേ ഉള്ളൂ. ഒരു പുരുഷാർത്ഥ കാലം മുഴുവനും പൗരോഹിത്യം ജീവിച്ച ഒരു സന്തോഷം സത്യത്തിൽ ഈ 3 മാസം കൊണ്ട് എനിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ഏകദേശം 53 ദിവസങ്ങളിലായി ഏകദേശം 60ഓളം ഇടങ്ങളിൽ 8,500-ൽ പരം കുടുംബങ്ങൾക്ക് ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് കൃഷിയൊക്കെ നശിച്ച്, ഈ മഴ കുറഞ്ഞു പോയത് കൊണ്ട് കൃഷിയൊക്കെ നശിച്ച് പലപ്പോഴും ഈ ഗ്രാമങ്ങളിലെ പല കുടുംബങ്ങളിലും കഠിനമായ ദാരിദ്ര്യം അവർ അനുഭവിച്ചു വരികയായിരുന്നു. ആ അവസരത്തിലാണ് സുമനസ്സുകളായ നല്ല ആളുകൾ ഞങ്ങളെ സമീപിക്കുകയും ഇങ്ങനെ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും സാമ്പത്തികമായി സഹായിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാമോ എന്നുള്ള ആവശ്യം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മൈക്കിളച്ചൻ്റെയും റോബിയച്ചൻ്റെയും ബിബിനച്ചൻ്റെയും ജിജോ അച്ഛൻ്റെയും സിറിലച്ചൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ ഉത്സാഹത്തോടു കൂടി കഴിഞ്ഞ 53 ദിവസങ്ങളിൽ ആയി ഞങ്ങൾക്ക് ഇത്രയും ആളുകൾക്ക് സഹായം എത്തിക്കാനായിട്ട് സാധിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സാധാരണ ഭക്ഷണം എന്ന് പറയുന്നത് ദിവസത്തിൽ 2 നേരം മാത്രമാണ്. രാവിലെ ഒരു 10 മണിയോടുകൂടി ഉച്ചയ്ക്കത്തെ ലഞ്ച് അവർ കഴിക്കും. വൈകുന്നേരം ഒരു 5 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് അവർ അത്താഴം കഴിക്കും. ഇതാണ് സാധാരണ ഇവരുടെ ഭക്ഷണം. ചോളം പൊടിച്ചത് കുറുക്കി അതാണ് കഴിക്കുന്നത്. പച്ചക്കറി എന്തെങ്കിലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാവും അതിൻ്റെ കൂടെ. ഇത് സ്ഥിരമായിട്ട് ഇത് തന്നെ കഴിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ചാക്ക് അരി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഒരു ഉത്സവത്തിനുള്ള ഒരു സാഹചര്യമാണ്. പലപ്പോഴും അരിയാഹാരം കഴിക്കുന്നത് വളരെ വിരളമായിട്ട് മാത്രമായി ഈ പാവപ്പെട്ട മനുഷ്യർ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ചാക്ക് അരിയും അതുപോലെ തന്നെ പരിപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നുക ഞങ്ങളുടെ പൗരോഹിത്യത്തിന് യഥാർത്ഥത്തിൽ മെത്രാൻ ശിരസിൽ കൈവച്ച് ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കൈപിടിച്ചതിൻ്റെ അർത്ഥം സമ്പന്നമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. എത്ര സമുന്നതം ഇന്ന് പുരോഹിത നീ ഭരമേറ്റ ഈ വിശിഷ്ട സ്ഥാനമെന്ന് ഓർമ്മിപ്പിക്കുന്നതും ഈ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ ജോലി ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് അച്ഛന്മാർക്ക് മാത്രമല്ല, കേരളത്തിൽ ഇത് കാണുമ്പോഴത്തേക്കും പലപ്പോഴും പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഞങ്ങളും അവിടെ വന്ന് ജോലി ചെയ്യട്ടെ. അച്ഛന്മാർ മാത്രമൊന്നുമല്ല, മറ്റുള്ളവരും. അപ്പോൾ എല്ലാവരെയും ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ആത്മീയത പരിശീലിപ്പിക്കാനും
വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ് നേപ്പാൾ എന്ന് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം സമാധാനത്തെ കാംക്ഷിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിട്ടുള്ള വേറൊരു ജനസമൂഹം ലോകത്തിലുണ്ടാവില്ല. അത്രമാത്രം സമാധാനത്തെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുഖത്തെ ചെറിയ ഭാവമാറ്റങ്ങൾ പോലും ഇവരിൽ ഒത്തിരി അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ഇവരൊരിക്കലും ദേഷ്യപ്പെടുകയോ മറ്റുള്ളവരോട് കോപിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരല്ല. പാവപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്. ഏകദേശം 5000 അടി ഉയരത്തിലൂടെയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. വാഹനത്തിന് പുറകിൽ ഒരു നിത്യ അഭ്യാസിയെപ്പോലെ വാഹനത്തിൻ്റെ ക്ലീനർ പുറകിൽ തൂങ്ങിയാടിയാണ് യാത്ര ചെയ്യുന്നത്. ആടിക്കുലുങ്ങിയുള്ള വാഹനയാത്രയിൽ വാഹനത്തിന് അകത്തിരിക്കാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്ന സമയത്താണ് ഈ ക്ലീനർ വാഹനത്തിൽ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യുന്നത്. യാത്രയ്ക്കിടയിൽ വീണ്ടും ഒരു പ്രതിസന്ധി ഞങ്ങൾക്കിടയിൽ വന്നു. പോകേണ്ട വഴി ചെളി നിറഞ്ഞ് യാത്രയ്ക്ക് അനുകൂലമല്ലാതായിരിക്കുന്നു. ഞങ്ങളുടെ 3 വണ്ടിയിലെയും ഡ്രൈവർമാർ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനായി ഒരു തൂമ്പയും കല്ലുകളുമായി ഇറങ്ങി. ചിലയിടങ്ങളിൽ കിളച്ചും വലിയ കുഴികൾ മണ്ണിട്ട് മൂടിയും അവർ താൽക്കാലികമായി റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു. ആ പുതുവഴിയിൽ കൂടി അവർ വാഹനം ഓടിച്ചുപോയി. പ്രതിസന്ധിയുടെ ഒരു കടൽ നമുക്ക് നേരെ പാഞ്ഞെടുത്താലും അതിനു മുകളിൽ കൂടി ഒരു തോണി ഇറക്കാൻ നേപ്പാളിലെ ഡ്രൈവർമാർ പഠിച്ചിരിക്കുന്നു. ഒടുവിൽ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇവിടെ മലമുകളിൽ ഞങ്ങളെയും കാത്ത് ബ്രദേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. മനോഹരമായ ഒരു കൃഷിയിടത്തേക്കാണ് ഞങ്ങൾ ചെന്നിറങ്ങിയത്. മലയുടെ അടിവാരത്ത് നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന ഭാര്യയും ഭർത്താവും ഞങ്ങളോട് യാത്ര പറഞ്ഞ് അവരുടെ യാത്ര വീണ്ടും തുടർന്നു. ഇനിയും 4 മണിക്കൂർ നടന്നു വേണം അവർക്ക് തങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരാൻ. വാക്രാങ് മലമുകളിൽ എത്തിയ പാടെ ഞങ്ങളുടെ വാഹനങ്ങളിൽ നിന്ന് അരിച്ചാക്കുകൾ ബ്രദേഴ്സ് ഇറക്കി വെച്ചുകൊണ്ടിരുന്നു. ഗ്രാമീണ സ്ത്രീകളും യുവാക്കളും ഞങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ചുറ്റും നിന്ന് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഗ്രാമീണർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വാക്രാങ് ഗ്രാമത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഗ്രാമീണർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ചില ഗ്രാമീണർ വട്ടം കൂടിയിരുന്ന് നാട്ടുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.